ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് കഴിഞ്ഞ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് ആട്ടോ. നമ്മൾ എങ്ങോട്ടാ പോണെന്ന് വഴിയെ കാണാട്ടോ. മറൈൻ വേൾഡിക്കാട്ടോ. നോക്കൂ ഗൈസ്, നമ്മൾ വന്നേക്കുന്നത് മറൈൻ വേൾഡിക്കാട്ടോ. അത് ഫാം വില്ലേജിൻ്റെ തൊട്ടടുത്താ. ഒക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങളുടെ ഉള്ളിൽ കയറി ചെന്നപ്പനവിടെ പാർക്ക് ആടുന്നു കിട്ടും. ഞാൻ ഓടിച്ചെന്ന് വെറുതെ ആവശ്യമില്ലാണ്ട്. പക്ഷേ അച്ഛൻ സമ്മതിച്ചില്ല ചെല്ലാനായിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പാർക്ക് കാണാൻ. ഗൈസ്, ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോവാട്ടോ. കുറച്ചിൻ്റെ ഉള്ളിലേക്ക് നടക്കാനായിട്ട് ടിക്കറ്റ് എടുക്കാം. ഗൈസ്, പോയോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ സൈഡിൽ പാർക്ക് കണ്ടു കിട്ടും. പക്ഷെ അവിടേക്ക് പോയില്ല ഞങ്ങൾ. ഗൈസ്, ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയപ്പോൾ അവിടെ അനിമൽ പാർക്ക് ഉണ്ടായിരുന്നു കിട്ടും. ഫാമിലേക്ക് പോയപ്പോൾ കണ്ട അതേപോലത്തെ അനിമൽസ് ആയിരുന്നു കിട്ടും. കോഴി, അങ്ങനെ ഡക്ക്, അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ ഉള്ളിലേക്ക് പോവാണ്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗൈസ്, പിന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ 2 ആനക്കുട്ടന്മാരുണ്ടായിരുന്നു കേട്ടോ. സ്റ്റാച്ചു ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടാന. ഗൈസ്, അവിടെ ഒരു ടിക്കറ്റ് വാങ്ങാൻ ഒരു ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ ടിക്കറ്റ് കൊടുത്തു. ഗൈസ്, ഞങ്ങൾ ഉള്ളിൽ കയറി അപ്പം അവിടെ കാറ് നിറയെ വെള്ളവും കുറേ മീനുകളും, കളർഫുൾ മീനുകൾ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കുഞ്ഞു കുഞ്ഞു മീനുകളാണെന്നു. നല്ല കളർഫുൾ ബ്ലൂ, പിങ്ക്, യെല്ലോ, ഗ്രീൻ, അങ്ങനത്തെ കളറൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ കുറേ ഫിഷ് ടാങ്ക് കണ്ടു. പക്ഷേ അതിൻ്റെ ഉള്ളിലൊന്നുമില്ല ഗൈസ്, വെറും കല്ല് മാത്രമേ ഉള്ളൂ കേട്ടോ. ഗൈസ്, ഒരുപാട് ഫിഷുകളെ ഞാൻ കളർഫുൾ കണ്ടു കിട്ടു. നല്ല കുഞ്ഞിതാണ്, നല്ല ക്യൂട്ടായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് എല്ലാത്തിനും കാണാൻ ഗൈസ്. പിന്നെ ഞങ്ങൾ ഒരു ഓട്ടോയിലുള്ള ഫിഷ് ആട്ടോ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ഗ്രീൻ ഓട്ടോയായിരുന്നത് ഗൈസ്. ഞങ്ങൾ പിന്നീട് കാണുന്നത് ഒരു വലിയ ഫിഷിനാട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞോടാ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഫിഷിനെയൊക്കെ കാണുന്ന കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒക്കെ അങ്ങനെ കുറേ കൂട്ടം കൂടി കിടക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് കേട്ടോ എൻ്റെ പേര്, ഗ്രാസ് കാർപ്പ്. ഗൈസ്, നെക്സ്റ്റ് ആണ് കുറച്ച് ഒരു പരന്നിരിക്കുന്ന ഫിഷിനാട്ടോ. കുറച്ച് ക്യൂട്ടായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാം കൂടെ ഒന്ന് ചേർന്ന് നടക്കുന്നുണ്ട് ഗൈസ്. ഇതിൻ്റെ പേര് പ്ലാറ്റിനം. ഗൈസ്, നെക്സ്റ്റ് ഉണ്ട് കുറച്ചും കൂടി വലിയ ഫിഷ് ആട്ടോ. നല്ല ഭംഗി കാണാൻ. ഇതിൻ്റെ പേര് പാലാന്നാട്ടോ ഗൈസ്. ഗൈസ്, നെക്സ്റ്റ് ആണ് ഒരു കിഡ് കോച്ച് ഫിഷിനാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട്. വയറൊക്കെ പുറത്തേക്ക് ചാടി നിൽക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് കൊളംബിയൻ ഷാർക്ക് ഗൈസ്. ഇത് അത്ര ഷാർക്കിൻ്റെ അത്രയ്ക്കുള്ള ഒരു വലിപ്പമൊന്നുമില്ല, എന്നാലും ഇതിൻ്റെ പേര് ഷാർക്ക് എന്നാണ്. നിങ്ങൾ നെക്സ്റ്റ് ഒന്ന് ഒരു ഇൻഡോർ സ്പൈൽ കേട്ടോ. ഇവിടെ എല്ലാവരും ഇരുന്ന് ലൈവായിട്ട് സ്പാ ചെയ്യാട്ടോ. വെറുതെ കാൽ വെള്ളത്തിൽ കിട്ടാൽ മതി. മീനുകളെല്ലാം ക്ലീൻ ആക്കി തരും നമ്മുടെ കാൽ. ഗൈസ്, ഞാൻ അറിഞ്ഞില്ല, എനിക്ക് പേടിയായിട്ടോ. ഒരു വലിയ മീൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാൻ പേടിച്ചു. ഞാൻ അത് കാരണം കാല് വെള്ളത്തിൽ കിട്ടില്ല കേട്ടോ, ഉണ്ടിട്ടു. ഗൈസ്, ഇവിടെ കുറേ സ്ഥലമുണ്ട് കേട്ടോ. അവിടെ എല്ലാവരും ഇന്ന് സ്പാ ചെയ്യാണ്. അവിടെ ഒരു ഐസ്ക്രീം കടീൻ്റെ ആടുന്നു ഗൈസ്. അവിടെ എല്ലാവരും ഇരുന്ന് ഐസ്ക്രീം കഴിക്കാം കേട്ടോ. ഗൈസ്, ഇവിടെ ഇരുട്ടാട്ടോ, ലൈറ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഗൈസ്, അച്ഛനോട് ഞാൻ ഐസ്ക്രീം മേടിച്ചു തരാൻ പറഞ്ഞു. പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. അച്ഛൻ പറഞ്ഞു പുറത്തുനിന്ന് ഐസ്ക്രീം മേടിച്ചു തരാമെന്ന്. ഞങ്ങൾ സ്പാ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. അവിടെ ഈസി അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അവിടെയും ഫിഷിങ് ആയിരുന്നു. നല്ല ഭംഗിയുണ്ട്. എന്തായാലും
എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പുറത്തെ സൈഡിൽ ഒരു ആമയെ കണ്ടിട്ടു. ഒരെണ്ണല്ല, കുറേ ഉണ്ട് ഞങ്ങൾ ആമേനെ. പിന്നെ അതുമുതൽ കുറേ പേര് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ വലിയ കുളത്തിൻ്റെ അവിടെ ചെന്ന് നോക്കിയൊരു മീനുണ്ടോയെന്ന്. നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഉള്ളിലും നല്ല ചെറിയ മീനുകളിൽ അങ്ങനെ കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അവിടെ ഒരു യൂണിഫോം ഇട്ടിട്ട് ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി പറഞ്ഞു ആ കുളത്തിൻ്റെ സൈഡിലൊന്നും തൊടരുതെന്ന്. ഉണ്ണി അതുമ്മ പിടിച്ച് കയറാൻ നോക്കുകയാണ് അതിൻ്റെ മുകളിൽ. അവിടെ കസാര ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നിരുന്നു. കസാരല്ലായിരുന്നു, ഞാൻ കുട കൊണ്ടുണ്ടായിരുന്നു മഴ വരുമെന്ന് വിചാരിച്ചിട്ട്. ഗൈസ്, ഉണ്ണി എല്ലാ സാധനവും പിടിച്ച് കയറി നിൽക്കാട്ടോ. എന്ത് ചെയ്താലും ഒരു രക്ഷയില്ല കേട്ടോ. ഗൈസ്, ഞങ്ങൾ ഇനി പോകാൻ പോകുന്നത് റെയിൻ ഫോറസ്റ്റ് പറഞ്ഞൊരു സംഭവത്തിക്കാട്ടോ. ഗൈസ്, ഇതാണ് എൻട്രി. ഗൈസ്, ഇതിൻ്റെ മുകളിൽ കൂടെ പോയിട്ടാണ് നമ്മൾ റെയിൻ ഫോറസ്റ്റിൽ എത്താം. ഗൈസ്, ഞങ്ങൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ സൈഡിലൊരു ചെറിയൊരു കുളം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിറയെ ആമകളുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗൈസ്, അവൾ വീണ്ടും അതിന് മുകളിൽ വലിഞ്ഞ് കയറുക കേട്ടോ. അവളെ കൊണ്ട് തോറ്റിനെ അമ്മ അവളെ ഒരു കണക്കിന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു. ഗൈസ്, മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വലിയ ഡൈനോസറിനെ കണ്ടു. ഒരു ഭീകരൻ ഡൈനോസറായിരുന്നു കേട്ടോ. ഇതാണ് റെയിൻ ഫോറസ്റ്റ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ എനിക്ക് പോകാൻ തോന്നുന്നില്ല കേട്ടോ. ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, കുറേ മരങ്ങൾ, നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെയൊക്കെ. ഗൈസ്, അവിടെ നിന്ന് കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഈ യെല്ലോ ഡ്രസ്സ് ഇട്ട ചേട്ടനും ചേച്ചിയും എൻ്റെ അമ്മയുടെ ഫ്രണ്ട്സാട്ടോ. അവിടെ വെച്ച് ഞങ്ങൾ സംസാരിച്ചു. ഗൈസ്, ഈ കുളത്തിൽ നിറയെ ഫിഷ് ആട്ടോ. ബ്ലാക്ക് കളറിലുള്ള ഫിഷാണ്. എൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഗൈസ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റ് പോലെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മേളിൽ കുറേ മാനുകളുണ്ട് കേട്ടോ. അതിലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗൈസ്, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഫിഷസ് തന്നെയാണ്. വെറൈറ്റി ഫിഷസ് ആണ് കേട്ടോ. ഫിഷസ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഗൈസ്, നടന്ന് മടുത്തു ഗൈസ്. ഇവിടെ ഒരുപാട് ഫിഷസ് ഉണ്ട് കേട്ടോ. കണ്ടിട്ടും കഴിയില്ല ഗൈസ്. ഇങ്ങനെ ഉള്ളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കണം ഞങ്ങൾ.
ഞാനൊരു അടിപൊളി ഫിഷിനെ കാണിച്ചു തരാം കേട്ടോ. തീ നോക്ക്, കല്ല് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കാണാൻ മീനിൻ്റെ പോലെ ഒന്നും തോന്നണില്ല എനിക്കിട്ടോ. കല്ല് പോലെ ഇരിക്കണ കാരണം എൻ്റെ പേര് സ്റ്റോൺ ഫിഷ് എന്നായിട്ടോ. ഞാൻ ഒരു അടിപൊളി സംഭവത്തിൻ്റെ പേര് പറയാട്ടോ, ഷാർക്ക്. ഷാർക്കിനെ ഞാൻ കണ്ടു, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്. നല്ല തിരക്കാടുന്നു അവിടെയൊക്കെ ഗൈസ്. ഇതിൻ്റെ മുകളിൽ ഷാർക്കിൻ്റെ സ്റ്റാച്ചു വരുന്ന കറങ്ങുന്നുണ്ട്. ആ ഷാർക്കല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ശരിക്കും ജീവനുള്ള ഷാർക്ക് ഉണ്ട്, പക്ഷെ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്. ഇത് മീനാണ് കേട്ടോ, പക്ഷെ കണ്ടാ തോന്നുന്നു മീനാന്ന്. ചെവി, കാല്, 2 കാലുണ്ട് കേട്ടോ. 2 അല്ല 4 ഉണ്ട്. അപ്പുറത്തെ കാലും കൂടെ എൻ്റെ 4 കണ്ടാ തോന്നുന്നു ഇത് മീനിൻ്റെ പോലെ 3 ചെവിയായിട്ട് തോന്നുന്നുണ്ട്. ഗൈസ് ഞാൻ ശരിക്കും ഷാർക്കിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ മറന്നുപോയി ഗൈസ്. ഇതേ കണ്ടു ഷാർക്കിൻ്റെ അമ്മ ഉണ്ട്, അച്ഛനെ കാണാനില്ല കേട്ടോ ഷാർക്കിൻ്റെ. 2-3 ഷാർക്ക് ഉണ്ട് കേട്ടോ, ഫാമിലി ആയിട്ടാണെന്ന് തോന്നുന്നു. ഗൈസ് നോക്ക് ഗൈസ്, എന്തൊരു വലിയ ഷാർക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ഷാർക്കിനെ കാണുന്നത് കേട്ടോ. ഗൈസ് അവിടെ ഒരാളിരിക്കുന്നുണ്ട്, അത് സ്റ്റാച്ചു ഗൈസ്. ഷാർക്കിനെ പിടിക്കാനാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഗൈസ് ഈ കുളത്തിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാച്ചു തവളയുണ്ട് കേട്ടോ. ഈ ഫിഷസിനൊക്കെ അറിയണ്ടാവും ഇത് സ്റ്റാച്ചു ആണ് ഗൈസ്. ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്, അടിപൊളിയുണ്ട് സംഭവം. നിങ്ങൾക്കൊക്കെ ഫിഷിന് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരണം കേട്ടോ. ഇവിടെയൊക്കെ കണ്ടാൽ മതിയാവാത്ത ഫിഷസാണ്, വെറൈറ്റി ഫിഷസ് ഉണ്ട് കേട്ടോ ഇവിടെ. അടിപൊളി സംഭവം കേട്ടോ ഇവിടെയൊക്കെ. ഗൈസ് ഈ ഫിഷസിനൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. വീട്ടിൽ കൂട്ടാൻ വയ്ക്കുന്ന ഫിഷിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഞാൻ നടന്നു വയ്യാണ്ടായിട്ടോ. അപ്പോൾ ഫിഷ് ടാങ്കിൻ്റെ അവിടെ സൈഡ് ഉണ്ടായിരുന്നു, അവിടെ ഞാൻ ചെന്നിരുന്നു. അപ്പോൾ ഉണ്ണി എൻ്റെ കൂടെ ഇരുന്നു. അപ്പോൾ ഞങ്ങൾ 2-3 ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഗൈസ് ഞങ്ങളിരുന്നതിൻ്റെ ബാക്കിൽ കുറേ ബ്ലാക്ക് ഫിഷസ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല അതിൻ്റെ, അതൊരു ബ്ലാക്ക് ഫിഷാണെന്നു. ഗൈസ് ഇത് സ്റ്റാച്ചു ഷാർക്കാട്ടോ, കുഞ്ഞു ഫിഷസിനെ പറ്റിക്കാൻ വേണ്ടി വെച്ചതാണ് തോന്നുന്നത്. ഗൈസ് നെക്സ്റ്റ് ഒരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ചുറ്റും ഗ്ലാസ്സസ് ആയിരുന്നു കേട്ടോ. അവിടെ ഒരു വലിയ മീൻ കേട്ടോ, എല്ലാ മീനെക്കാട്ടും ഏറ്റവും വലിയതാണ് കേട്ടോ. റെഡ് കളർ, ബ്ലാക്ക് കളർ, വൈറ്റ് കളർ. ഗൈസ് ഈ ഫിഷസൊക്കെ ഞങ്ങളുടെ തലേൻ്റെ മുകളിൽ കൂടിയും ഞങ്ങളുടെ ചെവിൻ്റെ സൈഡിൽ കൂടിയും എല്ലാ സൈഡിൽ കൂടിയും പോകട്ടോ. ഞങ്ങളുടെ ചുറ്റും അടുത്തായിട്ടാണ് ഇത് പോകുന്നത് കേട്ടോ. ഗൈസ് ഞങ്ങൾ ശരിക്കും കടലിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കര തിരക്കടന്നു ഗൈസ്. ഞങ്ങൾ എങ്ങനെയൊക്കെയോ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഞാൻ ഫിഷിൻ്റെ മുൻപേക്ക് നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഗൈസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി ഗൈസ്.
നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ. അച്ഛന് സർപ്രൈസ് ആയിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. ശരിക്കും പറഞ്ഞ സർപ്രൈസ് തന്നെയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് പോവാനേ തോന്നുന്നില്ല. അച്ഛൻ പോവാൻ പറഞ്ഞു, പക്ഷെ ഞാൻ പോകുന്നില്ല. അവിടെ ഫുള്ളും കഴിഞ്ഞു. പെട്ടെന്ന് നോക്കിയപ്പോൾ ഗൈസ് അവിടെ എൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചേട്ടൻ പോകുന്നു. ഞങ്ങൾക്കൊക്കെ ടാറ്റ ഒന്നു കിട്ടോ. അതൊരു മത്സ്യകന്യനാണ് ഗൈസ്. ഈ ചേട്ടൻ ഇവിടുത്തെ ജോലിക്കാരനാണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. സിമ്പിളായിട്ട് ഈ മീനിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയി മീനിൻ്റെ വാലുമൊക്കെ തൊടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോവാണ് ഗൈസ്. ഈ ബീച്ചിൽ പോവാന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ബീച്ച് ഉണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങളിപ്പോൾ 3ാമത്തെ ട്രിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്ഥലത്ത് തന്നെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. 3 സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഇങ്ങനെ അവിടെ വലുതന്നെ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഫുൾ എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ.